ഹലോ ഓൾ നമസ്കാരം. നമുക്ക് ഒരുപാട് പേരുടേതെങ്കിലും ആഗ്രഹമായിരിക്കും ഒരിക്കലെങ്കിലും മേട്ടുപ്പാളയം ടു ഊട്ടി ടോയ് ട്രെയിൻ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണം എന്നുള്ളത്. യാത്ര ടോയ് ട്രെയിൻ നമ്മുടെ ഹെറിറ്റേജ് ട്രെയിൻ. അപ്പോൾ ഏത് സമയത്ത് ബുക്ക് ചെയ്താലാണ് നമുക്ക് ടിക്കറ്റ് കിട്ടുക? കാരണം 2 മാസം മുന്നേ ചിലപ്പോൾ ടിക്കറ്റ് ബുക്ക് ചെയ്താലും വെയിറ്റിംഗ് ലിസ്റ്റായിട്ട് ടിക്കറ്റ് കിട്ടാത്ത അവസ്ഥയുണ്ടാവും. അല്ലെങ്കിൽ മേട്ടുപ്പാളയത്ത് നിന്ന് ജനറൽ ടിക്കറ്റ് കൗണ്ടറിൽ നിന്നും ടിക്കറ്റ് എടുത്ത് എങ്ങനെ യാത്ര ചെയ്യാൻ പറ്റും, എത്ര മണിക്ക് നമ്മൾ ക്യൂവിൽ നിൽക്കണം, അങ്ങനെ ഒരുപാട് പേർക്കുള്ള ഡൗട്ടാണ് എങ്ങനെ ടിക്കറ്റ് കിട്ടും. സോ ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെ ടിക്കറ്റ് കിട്ടാം, എത്ര സമയം മുന്നേ നിങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്യണം, ഊട്ടി ടു കുന്നൂർ ആണെങ്കിൽ ഏതൊക്കെ സമയത്ത് ട്രെയിൻ ഉണ്ട്, അതിൻ്റെ ടിക്കറ്റ് ഫെയർ എന്താ, മേട്ടുപ്പാളയം ടു ഊട്ടി ആണെങ്കിലും ടിക്കറ്റ് ഫെയർ എന്താ, എത്ര സമയം യാത്രയുണ്ട്, എങ്ങനെ ടിക്കറ്റ് കിട്ടും, ഇതിനുള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആണ് ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത്. സോ വീഡിയോ മുഴുവനായിട്ടും കാണാം. വെൽക്കം ബാക്ക് ടു ലേണീസ് വിത്ത് ജീസ്. ഞാൻ ഗോപു ചന്ദ്രൻ. സോ ഞാൻ സ്റ്റേഷൻ മാസ്റ്ററാണ്. കുന്നൂർ റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്ന ഈ നീലഗിരി മൗണ്ടൻ റെയിൽവേയുടെ ഹെഡ് ക്വാർട്ടർ, അവിടുത്തെ സ്റ്റേഷൻ മാസ്റ്ററായിട്ട് വർക്ക് ചെയ്യുന്ന വ്യക്തിയാണ്. അവിടെ മാത്രമല്ല, മേട്ടുപ്പാളയം മുതൽ ഊട്ടി വരെ എല്ലാ സ്റ്റേഷനിലും ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്, വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ മെയിൻ സ്റ്റേഷൻ കുന്നൂർ. അതുകൊണ്ട് തന്നെ എങ്ങനെ ടിക്കറ്റ് കിട്ടും എനിക്കെന്ന് കൃത്യമായി പറഞ്ഞു തരാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണാം, സ്കിപ്പ് ചെയ്യാതെ കാണാം. ഓക്കെ, നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. നോർമലി മേട്ടുപ്പാളയം ടു ഊട്ടി എന്ന് പറയുന്ന 5 മണിക്കൂർ യാത്ര, അതാണ് നമ്മുടെ ലൈഫിൽ നമ്മൾ ഒരിക്കലെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നത്, അല്ലേ? ടോയ് ട്രെയിൻ അല്ലെങ്കിൽ ഹെറിറ്റേജ് ട്രെയിൻ. ബട്ട് ഒരുപാട് പേർക്ക് അതിൻ്റെ ടിക്കറ്റ് കിട്ടുന്നില്ല എന്നുള്ളൊരു പരാതിയുണ്ട്. അപ്പോൾ ഏത് സമയത്താണ് നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്യേണ്ടത്? നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, പലരും വിചാരിക്കുന്നത് ഊട്ടി ടു മേട്ടുപ്പാളയം അല്ലെങ്കിൽ മേട്ടുപ്പാളയം ടു ഊട്ടി ഒരു ട്രെയിൻ മാത്രമേ ഉള്ളൂ എന്നാണ്. ബട്ട് വാസ്തവത്തിൽ അങ്ങനെയല്ല. കുന്നൂർ എന്ന് പറയുന്ന മിഡ് സ്റ്റേഷനാണ്. ഈ കുന്നൂരിൽ നിന്നും ഊട്ടിയിലോട്ട് നമുക്ക് ഡെയിലി 4 ട്രെയിൻ എക്സ്ട്രാ ഓടുന്നുണ്ട്, 4 ട്രെയിൻസ് എക്സ്ട്രാ ഓടുന്നുണ്ട്. തിരിച്ചു കുന്നൂർ ടു ഊട്ടി ആൻഡ് ഊട്ടി ടു കുന്നൂർ ഓൾസോ 4 ട്രെയിൻ എക്സ്ട്രാ ഓടുന്നുണ്ട്. അതുകൂടാതെ ഇപ്പോൾ സ്പെഷ്യൽ ട്രെയിൻ എന്ന രീതിയിൽ ഒക്ടോബർ വരയ്ക്കും എല്ലാ ദിവസവും ഒരു ട്രെയിൻ വീണ്ടും എക്സ്ട്രാ ഓടുന്നുണ്ട്. അങ്ങനെ ഡെയിലി നമുക്ക് 5 ട്രെയിൻ ഉണ്ട്. അത് വീക്കെൻഡ് ആണെങ്കിൽ, വീക്കെൻഡ് ഇൻ ദി സെൻസ് വെള്ളിയാഴ്ച മുതൽ തിങ്കളാഴ്ച വരെ 4 ദിവസം ഒരു ട്രെയിൻ കൂടി എക്സ്ട്രാ ഓടുന്നുണ്ട്. അങ്ങനെ 6 ട്രെയിൻ ഉണ്ടാവും. അതിലും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. സീസൺ ടൈം ആണെങ്കിൽ ഈ ഊട്ടിയും കേത്തി പറയുന്നൊരു മിഡ് സ്റ്റേഷനാണ്. കുന്നൂരിൻ്റെയും ഊട്ടീൻ്റെ ഇടയിൽ വരുന്നൊരു മിഡ് സ്റ്റേഷനാണ് കേത്തി. ഓക്കെ, വാലി വ്യൂ ഒക്കെ വരുന്നത് അവിടെയാണ്. അപ്പോൾ ഊട്ടി ലോഡയിൽ കേത്തി, അതിൽ തിരിച്ച് കേത്തി ലോഡയിൽ ഊട്ടി, അപ്പ് ആൻഡ് ഡൗൺ ചെയ്യണം. ഒരു ഫുൾ റൗണ്ട് ട്രിപ്പായിട്ട് 3 ട്രിപ്പ് എക്സ്ട്രാ ഓടുന്നുണ്ട്. അപ്പോൾ ഈ സീസൺ ടൈം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? നമ്മുടെ സമ്മർ സീസൺ വരും, വെക്കേഷൻ മാർച്ച് മുതൽ ജൂൺ ജൂലൈ വരെ. അതേപോലെ ഇപ്പോൾ കഴിഞ്ഞതേ ഉള്ളൂ. അതുപോലെ നമുക്ക് ഓണം വെക്കേഷൻ ടൈം വരും, ക്രിസ്മസ് വെക്കേഷൻ ടൈം വരും. ഇങ്ങനെയുള്ളതിനാണ് നമ്മൾ സീസൺ ടൈം എന്ന് പറയുന്നത്. ആ സമയത്ത് ഊട്ടിയിൽ നിന്നും 9 ട്രെയിൻ ഉണ്ടാവും. ഓക്കെ, മേട്ടുപ്പാളയത്ത് നിന്ന് 2 ട്രെയിൻ ഉണ്ടാവും. മേട്ടുപ്പാളയം ടു ഊട്ടി 2 ട്രെയിൻ ഉണ്ടാവും. നോർമലി ഒരു ട്രെയിനല്ലേ ഉള്ളൂ, ഒരു സ്പെഷ്യൽ ട്രെയിൻ കൂടി ഉണ്ടാവും. ഇപ്പോഴും ആ സ്പെഷ്യൽ ട്രെയിൻ ഓടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ ഇനി ഡീറ്റെയിൽ ആയിട്ട് പറയാം. ആദ്യം ശ്രദ്ധിക്കേണ്ടത്, മേട്ടുപ്പാളയത്ത് നിന്ന് രാവിലെ 7:10 നമുക്ക് ട്രെയിൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അത് 5 മണിക്കൂർ യാത്രയാണ്. 12 മണിക്ക് ഊട്ടിയെത്തും. 7:10 സ്റ്റാർട്ട് ചെയ്താൽ 11:50 അല്ലെങ്കിൽ 12:05 ഊട്ടിയെത്തും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഈ ട്രെയിനാണ് ഏറ്റവും ഡിമാൻഡുള്ള ട്രെയിൻ മേട്ടുപ്പാളയം. കാരണം മേട്ടുപ്പാളയം മുതൽ കുന്നൂർ വരെ നമുക്ക് സ്റ്റീം എഞ്ചിനാണ് വരുന്നത്, സ്റ്റീം എഞ്ചിൻ. അതുമാത്രമല്ല, ത്രൂ യാത്ര എന്ന് പറയുന്നത് ഫോറസ്റ്റിനകത്തൂടെ ആയിരിക്കും. അതൊരു ഡിഫറെൻറ്റ് ടണൽസ്, ബ്രിഡ്ജസ് അങ്ങനെയെല്ലാം വരുന്നത് ഈ ഒരു ഭാഗത്താണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ സ്റ്റീം എഞ്ചിനാണ്, ഫോറസ്റ്റാണെന്ന് പറയുമ്പോൾ ഡിമാൻഡ് കൂടുതലാണ്. ഇതിൻ്റെ ടിക്കറ്റ് നിങ്ങൾ എക്സാക്റ്റ് 60 ദിവസം മുന്നേ ബുക്ക് ചെയ്താലേ കിട്ടുള്ളൂ. എസ്പെഷ്യലി സീസൺ ടൈമൊക്കെ ആണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുക, 60 ദിവസം മുന്നേ കാൽക്കുലേറ്റ് ചെയ്യുക. നിങ്ങൾ യാത്ര ചെയ്യുക, ആദ്യം നിങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്യുക, അതിന് ശേഷം ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നതാണ് എൻ്റെ അഭിപ്രായം. മേട്ടുപ്പാളയം ട്രെയിൻ ആണെങ്കിൽ, അത് വീക്കെൻഡൊക്കെ കൂടിയാണെങ്കിൽ ടിക്കറ്റ് ഓപ്പൺ ചെയ്യുന്ന ആ ദിവസം രാവിലെ 8 മണിക്ക് സ്റ്റാർട്ട് ചെയ്താൽ 9-10 മണിക്കുള്ളിൽ ടിക്കറ്റ് തീരും. അതുകൊണ്ട് ആദ്യം നിങ്ങൾ 60 ദിവസം മുന്നേ എക്സാക്റ്റ് ട്രിപ്പ് പ്ലാൻ ചെയ്യുക. രാവിലെ കറക്റ്റ് 8 മണിക്ക് ടിക്കറ്റ് കൗണ്ടർ ഓപ്പൺ ആകും. നിങ്ങൾക്ക് ഓൺലൈൻ IRCTC വഴി അല്ലെങ്കിൽ റെയിൽ 1 ആപ്പ് വഴി ബുക്ക് ചെയ്യാൻ പറ്റും. അതുമല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൗണ്ടറിൽ പോയാൽ രാവിലെ 8 മണിക്ക് ഏതെങ്കിലും സ്റ്റേഷനിൽ, നിങ്ങളുടെ അടുത്തുള്ള ഏതെങ്കിലും റെയിൽവേ സ്റ്റേഷനിൽ കൗണ്ടറിൽ പോയാൽ സ്പോട്ടിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അത് ഒരു ഓപ്ഷൻ. അത് രാവിലെ 8 മണിക്ക് തന്നെ ബുക്ക് ചെയ്യാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ കിട്ടില്ല. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ക്ലാസ്സും ഉണ്ട്, സെക്കൻഡ് ക്ലാസ്സും ഉണ്ട്. റിസർവേഷൻ ചാർജ് ഫസ്റ്റ് ക്ലാസ്
സെക്കൻഡ് ക്ലാസ് എന്ന് പറയുന്നതിൻ്റെ റിസർവേഷൻ ചാർജ് 310 രൂപയാണ്. 310 രൂപയാണ് സെക്കൻഡ് ക്ലാസ്സിൻ്റെ ചാർജ് ഫ്രം മേട്ടുപ്പാളയം ടു ഊട്ടി. ഫസ്റ്റ് ക്ലാസ്സിൻ്റെ ചാർജ് എന്ന് പറയുന്നത് അതിൻ്റെ ഓൾമോസ്റ്റ് ഡബിൾ വരും. 625 രൂപയോ മറ്റുമാണ് ഫസ്റ്റ് ക്ലാസ്സിൻ്റെ ചാർജ്. വെറും 40 ഫസ്റ്റ് ക്ലാസ് ടിക്കറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. ജസ്റ്റ് 40 ഫസ്റ്റ് ക്ലാസ് ടിക്കറ്റ്സ്. അതേപോലെ സെക്കൻഡ് ക്ലാസ് ആണെങ്കിൽ അറൗണ്ട് 80 ടിക്കറ്റ്സ് ഉണ്ടാവും. അപ്പോൾ ഓൾമോസ്റ്റ് ഒരു 120 സീറ്റ്സാണ് നമുക്ക് റിസർവേഷനിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അതുകൂടാതെ ഒരു 30 to 40 സീറ്റ്സ് ഫ്രം ദി സ്റ്റേഷൻ. മേട്ടുപ്പാളയം സ്റ്റേഷനിൽ രാവിലെ 6 മണിക്ക് സ്റ്റേഷൻ മാസ്റ്ററുടെ ഓഫീസിൽ നിന്ന് കിട്ടും. ഇൻ ദി സെൻസ് അത് ചിലപ്പോൾ നിങ്ങൾ സീസൺ ടൈമിക്കാണെങ്കിൽ രാത്രി അവിടെ ക്യൂ നിന്ന് രാവിലെ 6 മണി വരെ ആ ക്യൂവിലേ നിന്ന് ടിക്കറ്റ് വാങ്ങി വരുന്ന ആൾക്കാരുണ്ട്. അതും ഒരാൾക്ക് ഒരു ടിക്കറ്റ് കിട്ടുള്ളൂ. ഫസ്റ്റ് ക്ലാസ്സിലെ സെക്കൻഡ് ക്ലാസ് ടിക്കറ്റാണ് ഞാൻ ഈ പറയുന്നത്. ഫസ്റ്റ് ക്ലാസ് ടിക്കറ്റ് നമുക്ക് സ്റ്റേഷൻ മാസ്റ്ററുടെ ഓഫീസിൽ നിന്ന് ഡയറക്റ്റായിട്ട് കിട്ടില്ല. ഫസ്റ്റ് ക്ലാസ് ടിക്കറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ബുക്ക് ചെയ്യുന്ന വേണം. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നിങ്ങൾ എപ്പോഴാണോ വരുന്നത് അതിൻ്റെ പ്രീ പ്ലാൻ ആയിട്ട് തലേന്ന് തന്നെ മേട്ടുപ്പാളയം വന്ന് ക്യൂവിൽ നിന്ന് ടിക്കറ്റ് വാങ്ങാം. അത് വീക്കെൻഡ് എസ്പെഷ്യലി സാറ്റർഡേ സൺഡേക്ക് ആണെങ്കിൽ പുലർച്ചെ 2 മണിക്ക് 3 മണിക്കൊക്കെ വന്ന് ക്യൂ നിൽക്കാറുണ്ട്. അല്ലെങ്കിൽ നൈറ്റേ അവിടെ സ്റ്റേ ചെയ്യാറുണ്ട് ക്യൂവിൻ്റെ. ഓക്കെ, അപ്പോൾ അറ്റ്ലീസ്റ്റ് അല്ലാത്ത ദിവസങ്ങളാണെങ്കിൽ വീക്ക് ഡേയ്സ് ആണെങ്കിൽ ഒരു 3 മണിക്കോ 4 മണിക്കോ ഒക്കെ വന്നാലും ചാൻസ് ഉണ്ട്. പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങളിപ്പോൾ 5 പേരാണ് യാത്ര ചെയ്യുന്നതെങ്കിൽ 5 പേരും ക്യൂ നിൽക്കണം. ഒരാൾക്ക് ഒരു ടിക്കറ്റ് വെച്ച് കിട്ടുള്ളൂ. ഒരു ടോക്കൺ എന്ന് പറയും. ആ ടോക്കൺ കൊണ്ട് നിങ്ങൾ കൗണ്ടറിൽ പോയാൽ ടിക്കറ്റ് കിട്ടും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, എത്ര പേരാണ് വരുന്നത് അത്രയും പേരും ആസ് സൂൺ ആസ് പോസിബിൾ അറ്റ് ദി ഏർലിയസ്റ്റ് മോർണിംഗിൽ പോയി അവിടെ ക്യൂ നിൽക്കുക. സ്റ്റേഷൻ മാസ്റ്റർ ഓഫീസിന് ജസ്റ്റ് പുറകിലാണ് പ്ലാറ്റ്ഫോമിൽ ക്യൂ നിൽക്കുക. ക്യൂ നിന്ന് 5 പേരാണെങ്കിൽ 5 പേരും ക്യൂ നിൽക്കുക. കറക്റ്റ് രാവിലെ 6 മണി 6:15 ടൈമിൽ സ്റ്റേഷൻ മാസ്റ്റർ നിന്ന് ടോക്കൺ ഇഷ്യൂ ചെയ്യും. ആ ടോക്കൺ കൊണ്ട് രാവിലെ 6 മണിക്ക് കിട്ടിക്കഴിഞ്ഞാൽ നേരെ കൗണ്ടറിൽ പോയിട്ട് ടോക്കൺ കൊടുത്താൽ നിങ്ങൾക്ക് അവിടുന്ന് പേയ്മെൻറ്റ് കൊടുത്താൽ ടിക്കറ്റ് കിട്ടും. ആ ടിക്കറ്റ് വെച്ചിട്ട് സെക്കൻഡ് ക്ലാസ് യാത്ര ചെയ്യാൻ പറ്റും. ആ ടിക്കറ്റിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 185 രൂപയാണ്. ആസ് ഓഫ് നോ 185 രൂപയാണ് മേട്ടുപ്പാളയം ടു ഊട്ടി. അത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഒന്നെങ്കിൽ റിസർവേഷൻ ചെയ്യുക 60 ദിവസം മുന്നേ, അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ നിങ്ങൾ വരുന്നതിൻ്റെ തലേന്ന് ആസ് സൂൺ ആസ് പോസിബിൾ തലേന്നേ വന്ന് പുലർച്ചയ്ക്ക് വന്ന് ക്യൂ നിൽക്കുകയാണെങ്കിലും ടിക്കറ്റ് കിട്ടാനുള്ള സാധ്യതയുണ്ട്. ബട്ട് എല്ലാവരും ക്യൂ നിൽക്കണം. ചെറിയ വീട്ടിലുണ്ടെങ്കിൽ അവരെയും നിർത്തേണ്ടി വരുമ്പോൾ നമുക്ക് ഓപ്ഷനില്ല. അപ്പോൾ ആ കാര്യം ശ്രദ്ധിക്കുക. രണ്ടാമത്തത് മേട്ടുപ്പാളയം ടു ഊട്ടി സ്പെഷ്യൽ ട്രെയിൻ. വെള്ളി, ശനി, ഞായർ, തിങ്കൾ. ഇപ്പോൾ ആസ് ഓഫ് നോ ഓഗസ്റ്റ് 15 വരെയും ഈ ട്രെയിന് ഓഗസ്റ്റ് എക്സാക്റ്റ് എനിക്ക് ഓർമ്മയില്ല. ഓഗസ്റ്റ് മിഡ് വരെയും. അത് ചിലപ്പോൾ ഇനി എക്സ്റ്റെൻഡ് ചെയ്യാൻ സാധ്യതയുണ്ട്. ഇനിയിപ്പോൾ ഓഗസ്റ്റിൽ ഓണമൊക്കെ വരുന്നതുകൊണ്ട് ഇനിയും എക്സ്റ്റെൻഡ് ചെയ്യും. രാവിലെ 9:10 സ്പെഷ്യൽ ട്രെയിൻ ഉണ്ട്. ഈ ട്രെയിന് വെള്ളി ഞായർ ദിവസങ്ങളിൽ രാവിലെ 9:10 ഊട്ടിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യും. മേട്ടുപ്പാളയത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യും. രാവിലെ 9:10 മേട്ടുപ്പാളയം സ്റ്റാർട്ട് ചെയ്താൽ ഉച്ചയ്ക്ക് 2:15 ഊട്ടിയെത്തും. 2:15-2:30 ഊട്ടിയെത്തും. അത് രണ്ടാമത്തെ പ്രശ്നം. പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ സ്പെഷ്യൽ ട്രെയിന് റിസർവേഷൻ മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ഏതർ ഓൺലൈനിൽ ബുക്ക് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് കൗണ്ടറിൽ നിന്ന് ഏതെങ്കിലും സ്റ്റേഷൻ്റെ ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് റിസർവ് ചെയ്യാം. ഓൺലി റിസർവേഷൻ. അതിന് കൗണ്ടറിൽ നിന്ന് ജനറൽ കൗണ്ടറിൽ ടിക്കറ്റ് കിട്ടില്ല. അതുമാത്രമല്ല, രണ്ടാമത്തെ കാര്യം, ഇതിൽ നിങ്ങൾക്ക് ഫെയർ സ്പെഷ്യലായിട്ട് ഓടുന്നതുകൊണ്ട് ഫെയർ കൂടുതലായിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞു സെക്കൻഡ് ക്ലാസ് ടിക്കറ്റ് 7:10 ട്രെയിന് 310 രൂപയാണെങ്കിൽ ഇതിൻ്റെ ഫെയർ 900 ഓൾമോസ്റ്റ് 3 ടൈംസ് 965 വിചാരിക്കുന്നു. 900 സംതിങ് 945-965 ഇതിൻ്റെ ടിക്കറ്റ് ഫെയർ സെക്കൻഡ് ക്ലാസ്സിന്. ഫസ്റ്റ് ക്ലാസ്സിന് ഇതിൻ്റെ ടിക്കറ്റ് ഫെയർ 1425 രൂപയാണ്. ഓൾമോസ്റ്റ് 1500 അടുത്താണ്. ഇതും പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഫുള്ളി ബുക്കായിട്ടാണ് ഓടുന്നത്. മേട്ടുപ്പാളയത്ത് നിന്ന് ഇത്രയും റേറ്റ് കൊടുത്തും യാത്ര ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് ട്രെയിൻ നമ്പർ 06171 ആണ്. 0617 ട്രെയിൻ നമ്പർ. ആ ട്രെയിൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ബുക്ക് ചെയ്ത് വരാം. അത് ടിക്കറ്റ് ഫെയർ ഫീസിബിൾ ആണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും ചെയ്യാം. മൂന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് തത്കാൽ ടിക്കറ്റ്. സ്പെഷ്യൽ ട്രെയിനിന് തത്കാലില്ല. എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കുക, ഏത് ട്രെയിനാണെങ്കിലും 0 നിന്നാണ് ട്രെയിൻ നമ്പർ സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ അത് സ്പെഷ്യൽ ട്രെയിൻ ആയിരിക്കും. അതിന് തത്കാലം ഉണ്ടാവില്ല. ബട്ട് നോർമൽ ട്രെയിൻ രാവിലെ 7:10 സ്റ്റാർട്ട് ചെയ്യുന്ന ട്രെയിനിന് എന്തുണ്ട്? തത്കാലുണ്ട്. അപ്പോൾ ഒരു തത്കാൽ ചാർജ് കൂടി എക്സ്ട്രാ വരും. ചെറിയൊരു എമൗണ്ട് കൂടി എക്സ്ട്രാ 60 രൂപ മറ്റോ എക്സ്ട്രാ വരും. സെക്കൻഡ് ക്ലാസ് മാത്രമേ തത്കാലുള്ളൂ, ഫസ്റ്റ് ക്ലാസ് ഇല്ല. തത്കാലം ശ്രദ്ധിക്കുക, വെറും 14 സീറ്റായിരിക്കും അവൈലബിൾ ആയിട്ടുണ്ടാവുക. ജസ്റ്റ് 14 സീറ്റ്സ്. അത് രാവിലെ കറക്റ്റ് 11 മണിക്ക് കൗണ്ടറിൽ ഏതെങ്കിലും സ്റ്റേഷൻ ടിക്കറ്റ് കൗണ്ടറിൽ പോയിട്ട് ബുക്ക് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് IRCTC ആപ്പ് ഉണ്ടെങ്കിൽ അതിലും ബുക്ക് ചെയ്യാം. റെയിൽ വൺ ആപ്പ് ഉണ്ടെങ്കിൽ അതിൽ ബുക്ക് ചെയ്യാം. 14 സീറ്റ് രാവിലെ കറക്റ്റ് 11 മണിക്ക്. ബട്ട് സ്പീഡ് ഓഫ് ഇൻ്റർനെറ്റ് അതിന് ഇമ്പോർട്ടൻ്റ് ആണ് ഓൺലൈനിൽ ബുക്ക് ചെയ്യണമെങ്കിൽ.
അല്ലെങ്കിൽ സ്റ്റേഷനിൽ കൗണ്ടറിൽ പോയിട്ട് ബുക്ക് ചെയ്യാം. അങ്ങനെയും ഒരു ഓപ്ഷൻ ഉണ്ട്. സോ ഇതാണ് എനിക്ക് മേട്ടുപ്പാളയം ഊട്ടിനെ കുറിച്ച് പറയാനുള്ളത്. തിരിച്ച് ഊട്ടിയിൽ നിന്ന് മേട്ടുപ്പാളയം ആണെങ്കിലും ഇതേ പ്രൊസീജിയറൊക്കെ തന്നെയാണ്. ബട്ട് അവിടെ ഒന്നെങ്കിൽ നിങ്ങൾക്ക് റിസർവേഷൻ ചെയ്തിട്ട് വരാം, അല്ലാന്നുണ്ടെങ്കിൽ കൗണ്ടറിൽ നിന്ന് ടിക്കറ്റ് കിട്ടും. 2 മണിക്കാണ് ഊട്ടിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ട്രെയിൻ. 2 മണിക്ക് ഡെയിലി സ്റ്റാർട്ട് ചെയ്യും. വൈകിട്ട് 5:30-6 മണീൻ്റെ ഇടയിൽ മേട്ടുപ്പാളയം എത്തും. ഓക്കെ, അത് നിങ്ങൾക്ക് റിസർവേഷൻ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യും. അല്ലാന്നുണ്ടെങ്കിൽ കൗണ്ടറിൽ നിന്ന് ടിക്കറ്റ് കിട്ടും. ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് അത് 1 മണിക്കൂർ മുന്നേ ആയിരിക്കും ടിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നത്. ട്രെയിൻ 2 മണിക്കാണെങ്കിൽ 12:30-1 മണി ടൈമിലായിരിക്കും ഊട്ടിയിൽ നിന്ന് ടിക്കറ്റ് ഇഷ്യൂ ചെയ്യുക. സെയിം ചാർജ്. അതിന് ചിലപ്പോൾ രാവിലെ 6 മണി മുതൽ 7 മണി മുതൽ ആൾക്കാർ ക്യൂ നിന്ന് വാങ്ങുന്നവരുണ്ട്. ഓക്കെ, ആൻഡ് വേറൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് കുന്നൂരിൽ നിന്ന് മേട്ടുപ്പാളയത്തേക്ക് നിങ്ങൾ റിസർവേഷൻ ചെക്ക് ചെയ്യുക. അതിന് കിട്ടാനുള്ള പ്രോബിലിറ്റി കൂടുതലാണ്. പലരും എന്താ ചെയ്യുന്നത് വെച്ചാൽ ഊട്ടിയിൽ നിന്ന് കുന്നൂർ വരയ്ക്കായിരിക്കും യാത്ര ചെയ്യുന്നത്. ഓക്കെ, അതുകൊണ്ട് ആ സീറ്റ് കുന്നൂരിൽ നിന്ന് മേട്ടുപ്പാളയത്തേക്ക് വേക്കൻസി കിട്ടാൻ സാധ്യതയുണ്ട്. ഓക്കെ, ട്രെയിൻ നമ്പർ 56137 ആണ്. അപ്പോൾ സെയിം ട്രെയിൻ കുന്നൂർ ടു മേട്ടുപ്പാളയം ചെക്ക് ചെയ്യണമെങ്കിൽ കുന്നൂരിൽ 3 മണിക്ക് എത്താം. 3:15 കുന്നൂരിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്താൽ 5:45 മേട്ടുപ്പാളയം എത്തും. അപ്പോൾ ആ ട്രെയിനിനെ മീൻസ് സെയിം ട്രെയിൻ ഊട്ടിന് പകരം കുന്നൂർ ടു മേട്ടുപ്പാളയം ചെക്ക് ചെയ്യണമെങ്കിൽ ചിലപ്പോൾ 1 വീക്ക് ബിഫോർ ചെക്ക് ചെയ്താൽ പോലും ടിക്കറ്റ് കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, ഞാൻ വേറൊരു ടിപ്പ് കൂടി പറഞ്ഞുതരാം. അതായത് നമ്മളെപ്പോഴും ഈ 7 മണിക്ക് മേട്ടുപ്പാളയത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ട്രെയിനൊക്കെ തലേന്ന് ഇപ്പോൾ നാളെയാണ് ട്രെയിനെങ്കിൽ ഇന്ന് വൈകിട്ട് 6 മണിക്ക് ചാർട്ട് പ്രിപ്പയർ ചെയ്യാറുണ്ട്. 6 മണി 6:30 7 മണിക്ക്. ഓക്കെ, എക്സാക്ട് 6 മണിക്കല്ല, അത് 6:30 7 o'clock ചാർട്ട് പ്രിപ്പയർ ചെയ്യും. അങ്ങനെ ചാർട്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ ആ സമയത്ത് ചിലപ്പോൾ വെയിറ്റിംഗ് ലിസ്റ്റ് ആയിട്ടുള്ളവരൊക്കെ കൺഫേം ആവാൻ ചാൻസ് ഉണ്ട്. അതുകൂടാതെ ചിലപ്പോൾ നിങ്ങൾക്ക് ടിക്കറ്റ് ഡെയിലി അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ട്രെയിനിൽ പോകുന്നവരാണെങ്കിൽ അറിയാം കറണ്ട് അവൈലബിൾ എന്ന് പറഞ്ഞിട്ട് ആ സമയത്ത് ചിലപ്പോൾ മേ ബി സാധ്യതയുണ്ട്. കറണ്ട് അവൈലബിൾ എന്ന് പറഞ്ഞിട്ട് ഈ ചാർട്ട് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത്, കാരണം വേറെ വെയിറ്റിംഗ് ലിസ്റ്റ് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ സീറ്റ് എക്സ്ട്രാ ഉണ്ടെങ്കിൽ, കോച്ച് ചിലപ്പോൾ വേറെ കോച്ചൊക്കെ ആണെങ്കിൽ എക്സ്ട്രാ സീറ്റ് ഉണ്ടെങ്കിൽ ആ സമയത്ത് ചാർട്ട് പ്രിപ്പയർ ആകുന്ന സമയത്ത് കറണ്ട് അവൈലബിൾ എന്ന് പറഞ്ഞ് ടിക്കറ്റ് കാണിക്കാൻ സാധ്യതയുണ്ട്. അത് ചിലപ്പോൾ മേട്ടുപ്പാളയം ടു ഊട്ടി കിട്ടിയില്ലെങ്കിലും തിരിച്ച് ഊട്ടിയിൽ നിന്ന് മേട്ടുപ്പാളയം അല്ലെങ്കിൽ കുന്നൂർ ടു മേട്ടുപ്പാളയം ആണെങ്കിലും കിട്ടാൻ സാധ്യതയുണ്ട്. അത് വേണമെങ്കിൽ നിങ്ങളൊന്ന് അങ്ങനെ ട്രൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഞാൻ സ്പെഷ്യൽ ട്രെയിനിനെ കുറിച്ച് പറഞ്ഞത് വെള്ളിയാഴ്ചയും ഞായർ ദിവസങ്ങളിൽ മേട്ടുപ്പാളയത്ത് നിന്ന് 9 മണിക്ക് സ്റ്റാർട്ട് ചെയ്താൽ ഊട്ടിയിൽ നിന്ന് പറഞ്ഞത് തിരിച്ച്. ഓക്കെ, ഊട്ടിയിൽ നിന്ന് മേട്ടുപ്പാളയത്തേക്കും സ്പെഷ്യൽ ട്രെയിൻ ഉണ്ട്. അത് ശനി തിങ്കൾ ദിവസങ്ങളിലാണ്, സാറ്റർഡേ ആൻഡ് മൺഡേ. ഊട്ടിയിൽ നിന്ന് 11:25 സ്റ്റാർട്ട് ചെയ്യും. 4:15 മേട്ടുപ്പാളയം എത്തും. 4:20 4:30 സമയത്ത് മേട്ടുപ്പാളയം എത്തും. ഓക്കെ, അതിനും ഇതുപോലെ ടിക്കറ്റ് ഫെയർ എന്നുള്ളത് ഫസ്റ്റ് ക്ലാസ് 1500 അടുത്ത് വരും, 1475, സെക്കൻഡ് ക്ലാസ് 965 സംതിങ് വരും. അപ്പോൾ ഇത്രയാണ് എനിക്ക് മേട്ടുപ്പാളയം ഊട്ടി അല്ലെങ്കിൽ ഊട്ടി മേട്ടുപ്പാളയം ട്രെയിനിനെ കുറിച്ചും ടിക്കറ്റിനെ കുറിച്ചും തർക്കലിനെ കുറിച്ചൊക്കെ പറയാനുള്ളത്. ഓക്കെ, ടിൽ കുന്നൂർ എന്നുള്ളത് സ്റ്റീം എഞ്ചിനാണ്. കുന്നൂർ ടു ഊട്ടി ഡീസൽ എഞ്ചിനുമായിരിക്കും. ഇനി എനിക്ക് പറയാനുള്ളത്, ഇപ്പോൾ ഇതിൽ പലർക്കും ടിക്കറ്റ് കിട്ടിയില്ല, ബട്ട് ജസ്റ്റ് ഒരു ടോയ് ട്രെയിൻ എക്സ്പീരിയൻസ് മാത്രം മതി എന്നാണ് നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ നമുക്ക് ഓപ്ഷൻ ഉണ്ട്. കുന്നൂരിൻ്റെയും ഊട്ടീൻ്റെ ഇടയിൽ ട്രെയിൻ ഓടുന്നുണ്ട്. ഞാൻ പറഞ്ഞ 4 ട്രെയിൻ എക്സ്ട്രാ ഓടുന്നുണ്ട്. ഇപ്പോൾ ഡെയിലി ഒരു സ്പെഷ്യൽ ട്രെയിൻ കൂടി ഓടുന്നുണ്ട്. 5 ട്രെയിൻ ഡെയിലി ഓടുന്നുണ്ട്. ഓക്കെ, ആ ട്രെയിൻ എന്ന് പറയുന്നത് ഈ മേട്ടുപ്പാളയത്തിൻ്റെ അത്രയും ടിക്കറ്റിന് ഡിമാൻഡില്ല. അത് നിങ്ങൾക്ക് ഓൺലൈനിലും ബുക്ക് ചെയ്യാം. ജസ്റ്റ് കുന്നൂർ ടു ഊട്ടി നടിക്കുക, അല്ലെങ്കിൽ ഊട്ടി കുന്നൂർ നടിച്ച് ഓൺലൈനിൽ തന്നെ കാണാൻ പറ്റും. IRCTCയിലോ റെയിൽവേയിലോ കാണാൻ പറ്റും. ഓക്കെ, അവിടെയും 2 സെക്കൻഡ് ക്ലാസ് കോച്ചും ഉണ്ട്, ഒരു ഫസ്റ്റ് ക്ലാസ് കോച്ചും ഉണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൗണ്ടറിൽ നിന്ന് ടിക്കറ്റ് കിട്ടും. ഇപ്പോൾ ട്രെയിൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് 1 മണിക്കൂർ മുന്നേ ആയിരിക്കും നമുക്ക് ആ കൗണ്ടറിൽ നിന്ന് ടിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നത്. ഇപ്പോൾ കുന്നൂരിലെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് ഫസ്റ്റ് ട്രെയിൻ 7:45 ഫസ്റ്റ് ട്രെയിൻ 7:45. ഓക്കെ, അപ്പോൾ 7:15 സ്റ്റേഷൻ ഓപ്പൺ ചെയ്യും. ആ സമയം മുതൽ ടിക്കറ്റ് ഇഷ്യൂ ചെയ്യും 7:45. ബട്ട് അതിന് മുമ്പേ ആൾക്കാർ ക്യൂവിൽ നിൽക്കും. സീസൺ ടൈമോ അല്ലെങ്കിൽ വീക്കെൻഡോ ആണെങ്കിൽ രാവിലെ 6 മണിക്കൊക്കെ വന്ന് ക്യൂ നിന്നിട്ടായിരിക്കും ഈ ടിക്കറ്റ് വാങ്ങുന്നത്. എസ്പെഷ്യലി കുന്നൂരിൻ്റെ ഊട്ടീൻ്റെ ഇടയിൽ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ 7:45 ട്രെയിന് ഫസ്റ്റ് ട്രെയിനിന് റഷ് കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. സീസൺ ടൈമിൽ മാത്രമായിരിക്കും അത് മാക്സിമം ഫുള്ളായിട്ട് വിടുന്നത്. അല്ലാത്ത ദിവസങ്ങളിൽ വീക്ക് ഡേയ്സ് ഒക്കെ ആണെങ്കിൽ തിരക്ക് വളരെ കുറവായിട്ടുള്ളൊരു ട്രെയിൻ എന്ന് പറയുന്നത് 7:45 ട്രെയിനായിരിക്കും. നിങ്ങൾ 7 മണിക്ക് ചിലപ്പോൾ സ്റ്റേഷനിൽ വന്നാലും ടിക്കറ്റ് കിട്ടും. ഓക്കെ, 1 മണിക്കൂർ യാത്ര. 7:45 സ്റ്റാർട്ട് ചെയ്താൽ 8:45 ഊട്ടി എത്തും. അപ്പോൾ 7:45 ഫസ്റ്റ് ട്രെയിന്. അത് കഴിഞ്ഞ് പിന്നെ 10:40 10:40 മേട്ടുപ്പാളയത്ത് നിന്ന് വരുന്ന ട്രെയിനാണ്. അതിൽ ഫസ്റ്റ് ക്ലാസ് ടിക്കറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ, ഓൺലി ഫസ്റ്റ് ക്ലാസ് ടിക്കറ്റ്. അപ്പോൾ 7:45 കഴിഞ്ഞാൽ പിന്നെ മേട്ടുപ്പാളയത്ത് നിന്ന് വരുന്ന വണ്ടി ഒരു ഫസ്റ്റ് ക്ലാസ് കോച്ച് നമ്മളിവിടെ എക്സ്ട്രാ അറ്റാച്ച് ചെയ്യും. ആ കോച്ചിനുള്ള ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് കിട്ടും.
അത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് 12:35 ട്രെയിൻ ഉണ്ട്, 12:35 ട്രെയിൻ ഉണ്ട്. 12:35 കഴിഞ്ഞാൽ വൈകിട്ട് 4 മണിക്കാണ്. അപ്പോൾ ഈ 4 ട്രെയിൻ 7:45, 10:40, 12:35, വൈകിട്ട് 4 മണി, ഈ ട്രെയിൻ ഡെയിലി ഓടുന്ന ട്രെയിനാണ്. അതുകൂടാതെ ഇപ്പോൾ ഉച്ചയ്ക്ക് 1:40 സ്റ്റാർട്ട് ചെയ്യുന്ന പോലെ ഒരു സ്പെഷ്യൽ ട്രെയിൻ കൂടി ഓടുന്നുണ്ട്. അതിൻ്റെ ഫെയർ കുറച്ച് കൂടുതലായിരിക്കും. സ്പെഷ്യൽ ട്രെയിൻ എന്ന് പറഞ്ഞാൽ ഫെയർ കൂടുതലായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഫെയർ എങ്ങനെയാണ് വരുന്നതെന്ന് വെച്ചാൽ നമ്മളോട് ഫസ്റ്റ് ക്ലാസ് സെക്കൻഡ് ക്ലാസ് ടിക്കറ്റും കൗണ്ടറിൽ നിന്ന് ഇഷ്യൂ ചെയ്യും. ഫസ്റ്റ് ക്ലാസ് ആൻഡ് സെക്കൻഡ് ക്ലാസ് ട്രെയിൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് 1 മണിക്കൂർ മുന്നേക്ക് ഇഷ്യൂ ചെയ്യുന്നത്. അതിന് മുമ്പേ വന്ന് നിങ്ങൾ ക്യൂ നിൽക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ടിക്കറ്റ് ഫെയർ ചോദിക്കുകയാണെങ്കിൽ സെക്കൻഡ് ക്ലാസ്സിന് കുന്നൂർ ഊട്ടി അല്ലെങ്കിൽ ഊട്ടി കുന്നൂരാണെങ്കിൽ 85 രൂപയുള്ളൂ. 1 വേ ആയിരിക്കും കേട്ടോ. കുന്നൂർ നിന്നാണെങ്കിൽ ഊട്ടി വരെയുള്ള ടിക്കറ്റ് ഉള്ളൂ, അല്ലാതെ തിരിച്ച് ഊട്ടിയിൽ നിന്ന് ഇങ്ങോട്ട് വരാനുള്ള ടിക്കറ്റ് നിങ്ങൾക്ക് കിട്ടില്ല. അത് നിങ്ങൾ ഒന്നെങ്കിൽ ഊട്ടിയിൽ പോയിട്ട് എടുക്കണം അല്ലെങ്കിൽ റിസർവേഷൻ ചെയ്യണം. സോ കുന്നൂരാണെങ്കിൽ കുന്നൂർ ടു ഊട്ടി മാത്രമാണ് ടിക്കറ്റ് കിട്ടുന്നത്, അല്ലാതെ തിരിച്ചുള്ള ഡൗൺ ജേണിക്കുള്ള അപ്പ് ജേണിക്കുള്ള ടിക്കറ്റ് കിട്ടും, തിരിച്ചു വരാനുള്ള ടിക്കറ്റ് നിങ്ങൾക്ക് കിട്ടില്ല. നിങ്ങൾ അവിടെ നിന്ന് എടുക്കണം. ഇവിടെ നിന്നുള്ള കയറുന്ന ഊട്ടിയാണെങ്കിൽ ഊട്ടി സ്റ്റേഷനിൽ നിങ്ങൾ ടിക്കറ്റ് എടുക്കണം. അപ്പോൾ അത് ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ റിസർവേഷൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് ക്ലാസ് ടിക്കറ്റിൻ്റെ ചാർജ് എന്ന് പറയുന്നത് 310 രൂപയാണ്. ഫസ്റ്റ് ക്ലാസ് ടിക്കറ്റ് ചാർജ് 310, സെക്കൻഡ് ക്ലാസ് ടിക്കറ്റ് 85 രൂപയാണ്. 310ഉം 85ഉം. ഇത് നിങ്ങൾക്ക് റിസർവേഷൻ 3 കോച്ച് എക്സ്ട്രാ ഉണ്ട്. ഫസ്റ്റ് ക്ലാസ്സും 2 സെക്കൻഡ് ക്ലാസ്സും. ഓക്കെ, കോച്ച് എക്സ്ട്രാ ഉണ്ട്. റിസർവേഷൻ ആണെങ്കിൽ ചെറിയൊരു റിസർവേഷൻ ചാർജ് എക്സ്ട്രാ വരും. ഫസ്റ്റ് ക്ലാസ് ആണെങ്കിൽ 365 രൂപയാണെന്ന് വിചാരിക്കണം. ഓക്കെ, 365 രൂപ ഫസ്റ്റ് ക്ലാസ് ടിക്കറ്റും. സെക്കൻഡ് ക്ലാസ് ആണെങ്കിൽ 165. ഫസ്റ്റ് ക്ലാസ് 360 ഓക്കെ, 360. സെക്കൻഡ് ക്ലാസ് 160 രൂപയാണ് എക്സ്ട്രാ. മീൻസ് നിങ്ങൾക്ക് ഫെയർ കൊടുക്കേണ്ട റിസർവേഷൻ ആണെങ്കിൽ. റിസർവേഷൻ അല്ല കൗണ്ടർ എടുക്കുന്നുണ്ടെങ്കിൽ ആ ഒരു ചാർജ് കുറവായിരിക്കും. 85, 310 ഉള്ളൂ. അപ്പോൾ ആ കാര്യം ശ്രദ്ധിക്കുക. തത്കാലും അവൈലബിൾ ആണ്. തത്കാൽ ഇതേപോലെ തലേ ദിവസം രാവിലെ 11 മണിക്ക് ഇഷ്യൂ ചെയ്യും. ഫസ്റ്റ് ക്ലാസ് സെക്കൻഡ് ക്ലാസ് മാത്രമേ തത്കാലം ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ കാര്യം ശ്രദ്ധിക്കുക. പിന്നെ ഇതിൽ ശ്രദ്ധിക്കേണ്ടത്, തിരിച്ച് ഊട്ടിയിൽ പോവുകയാണെങ്കിൽ ഇപ്പോൾ 7:30 ട്രെയിൻ ഞാൻ സ്റ്റാർട്ട് ചെയ്യില്ലേ, അതേ ട്രെയിനാണ് ഊട്ടിയിൽ നിന്ന് തിരിച്ച് കുന്നൂരിക്ക് വരുന്നത്. അതിൻ്റെ 9:15 ട്രെയിന്. ഊട്ടിയിൽ നിന്ന് അപ്പോൾ ഫസ്റ്റ് ട്രെയിന് 9:15, സെക്കൻഡ് ട്രെയിന് ഊട്ടിയിൽ നിന്ന് 12:15. അത് കഴിഞ്ഞ് 2 മണിക്കൊരു ട്രെയിനുണ്ട്, മേട്ടുപ്പാളയം പോകുന്ന ട്രെയിനുണ്ട്. അത് കുന്നൂർ വന്നിട്ടാണല്ലോ പോവാം. അപ്പോൾ 2 മണി. അത് കഴിഞ്ഞ് വൈകിട്ട് ലാസ്റ്റ് ട്രെയിന് 5:30. അപ്പോൾ ട്രെയിനിന് ഊട്ടിയിൽ നിന്ന് വരുന്ന ട്രെയിനാണെങ്കിൽ 9:15, 12:15, 9:15, 12:15, 2 മണി, പിന്നെ വൈകിട്ട് 5:30. ഇതിൻ്റെ ഇടയിൽ നമ്മൾ ഈ പറയുന്ന ഊട്ടി സ്പെഷ്യൽ ട്രെയിൻ ഉണ്ട്. കുന്നൂരിൽ നിന്ന് 1:40 എത്തുന്ന വണ്ടി. അത് ഊട്ടിയിൽ നിന്ന് തിരിച്ച് 2:50 ഊട്ടിയിലെത്തിയിട്ട് ഐ തിങ്ക് 2:50 ഊട്ടിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യും. 2:50 ഊട്ടിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, അതാണ് സ്പെഷ്യൽ ട്രെയിന്. ഇതിൽ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം, നിങ്ങൾ ബുക്ക് ചെയ്യണമെന്ന് വിചാരിക്കുക. ഇപ്പോൾ 7:45 ട്രെയിൻ നിങ്ങൾ ബുക്ക് ചെയ്യുകയാണെങ്കിൽ 7:45 സ്റ്റാർട്ട് ചെയ്തിട്ട് 9 മണിക്ക് അവിടെ എത്തും. തിരിച്ച് 9:15 അതേ ട്രെയിനിൽ നിങ്ങൾക്ക് കുന്നൂരിക്ക് തിരിച്ചു വരാൻ പറ്റും. റിസർവേഷൻ ചെയ്തില്ലെങ്കിൽ എന്താ കുഴപ്പം, നിങ്ങൾക്ക് കുന്നൂരിൽ നിന്ന് 7:45 ടിക്കറ്റ് കിട്ടും. പക്ഷേ ഊട്ടി പോയി നിങ്ങൾ എന്ത് ചെയ്യും, അവിടെ പോകുമ്പോഴേക്കും ടിക്കറ്റ് ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ തിരിച്ച് കുന്നൂരിക്ക് ബസ്സിൽ വരേണ്ടി വരും. ബസ് സ്റ്റാൻഡ് തൊട്ടപ്പുറത്ത് ബസ് സ്റ്റാൻഡുണ്ട് ഊട്ടീൻ്റെ. അപ്പോൾ ആ ഒരു പ്രശ്നം ഒഴിവാക്കാൻ വേണ്ടി ഇഫ് പോസിബിൾ റിസർവേഷൻ ചെയ്തിട്ട് വരാം. അതാണെങ്കിൽ നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ല. അല്ല കാറിലാണ് വരുന്നതെങ്കിൽ ഓക്കെ, ഡ്രൈവർ ഉണ്ടെങ്കിൽ നമുക്ക് വേറെ കുഴപ്പമില്ല. അപ്പോൾ ആ കാര്യം ശ്രദ്ധിക്കുക. ഓക്കെ, പിന്നെ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ടോയ് ട്രെയിൻ എന്ന് പറയുന്നത് സീസൺ ടൈമിൽ ബിറ്റ്വീൻ ഊട്ടി ആൻഡ് കേത്തി സ്പെഷ്യൽ ട്രെയിൻ ഓടുന്നുണ്ട്. അത് റൗണ്ട് ട്രിപ്പ് ആയിരിക്കും. അത് ഊട്ടിയിൽ നിന്ന് 9:15 11:30 വൈകിട്ട് 3 മണിക്കുണ്ട്. 1 മണിക്കൂർ ജേണിയാണ്. ഊട്ടിയിൽ നിന്ന് ലൗഡയിൽ കേത്തി പോയി തിരിച്ച് കേത്തി ലൗഡയിൽ ഊട്ടി ഒരേ ട്രെയിനിൽ അപ്പ് ആൻഡ് ഡൗൺ ജേണി ചെയ്യാൻ പറ്റും. അത് ഇപ്പോൾ ഇല്ല, ഈ പറഞ്ഞ സീസൺ ടൈം വെക്കേഷൻ ടൈമിലായിരിക്കും അത് ഓടുന്നുണ്ടാവുക. വെള്ളി, ശനി, ഞായർ, തിങ്കൾ ദിവസങ്ങളിലായിരിക്കും. അതിൻ്റെ ഫസ്റ്റ് ക്ലാസ് ഫെയർ 525 ആയിരിക്കും. സെക്കൻഡ് ക്ലാസ് ഫെയർ എന്ന് പറയുന്നത് 365 രൂപ. നിങ്ങൾക്ക് ഓൺലൈനിൽ അത് റിസർവേഷൻ ചെയ്യാൻ പറ്റും. ബട്ട് ഇപ്പോൾ ആസ് ഓഫ് നൗ ഇല്ല. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. വേറെ പ്രത്യേകിച്ച് എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം, ഞാൻ അതിനെ റിപ്ലൈ തരാം. ഓക്കെ, താങ്ക് യു.